അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്ന VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് 4ാമത്തെ സെഷനാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ, അതായത് ബിസിനസ് ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി which is concerned with the production or buying of goods and services and selling them with the objective of profit എന്നാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചാണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഏതൊക്കെ രീതിയിൽ ബിസിനസ് ആരംഭിക്കാം, ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത് 5 രീതിയിൽ ആണ് നമ്മുടെ നിലവിലുള്ള സംവിധാനം വച്ചിട്ട് ഉള്ളത്. അതിലാദ്യത്തേത് എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരാൾ നടത്തുന്ന ബിസിനസ് അല്ല ഈ പറഞ്ഞ പോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. അയാൾ നടത്തുന്ന ആളെന്ന് പറയുന്നത് സോൾ ട്രേഡറാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഗോവിന്ദൻ്റെ കട, രാമൻ്റെ കട, കേശവൻ്റെ കട, ഇതെല്ലാം ഈ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ സോൾ ട്രേഡേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ സോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ എന്നാണ് അർത്ഥം. ഒരാൾ നടത്തുന്ന ബിസിനസ് ആയതുകൊണ്ടാണ് അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയത്, ഒരാളുടെ ഉടമസ്ഥതയിൽ നടത്തുക. അപ്പോൾ ആ ഒരാൾ തന്നെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ബിസിനസ്സിന് അസോസിയേറ്റഡ് ആണ് എപ്പോഴും റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ. ആ റിസ്ക്കും അദ്ദേഹം തന്നെ ഏറ്റെടുക്കണം. അതുകൊണ്ട് സോൾ ട്രേഡർ പറയുന്നത്, സോൾ ട്രേഡർ ഈസ് എ പേഴ്സൺ who owns something and risks, who owns all and risks all എന്നാണ്. അതായത് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ ആ റിസ്ക്കും അദ്ദേഹം തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ ഈ ജനറലായിട്ട് ഈ പറഞ്ഞ ചില ടേംസുകൾ ഇവിടെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ലോസ്, റിസ്ക്, ഡെപ്റ്റ്, DEBT ഡെപ്റ്റ്, അതുപോലെ ലയബിലിറ്റി. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിച്ചു പോയി, ഇറക്കവറബിളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല, നഷ്ടം വന്നുപോയി. ഈ നഷ്ടത്തെ മുന്നിൽ കാണുക, അതായത് നഷ്ടം നേരത്തെ കാണുക ആണ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുക. അതായത് അൺസർട്ടൻറ്റി എന്ന് നമ്മൾ പറയും, അനിശ്ചിതത്വം. നഷ്ടം വന്നില്ല, നഷ്ടം വരാനുള്ള സാധ്യതയാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റിസ്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുക. നമുക്കറിഞ്ഞൂടാ എന്ത് സംഭവിക്കുമെന്ന്, സംഭവിച്ചു പോയാൽ അതാണ് റിസ്ക്. പിന്നെ ഡെറ്റ്, ഈ പറഞ്ഞ പോലെ ഡെപ്റ്റ്, കടം. ബിസിനസ്, ഏതൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ ഡെറ്റ് ഒഴിവാക്കാൻ പറ്റില്ല, കടം. ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചതിന് ശേഷമാണ് പൈസ അടയ്ക്കുക, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കടമാണ്. അത് മേക്കപ്പ് ചെയ്ത് പോയാൽ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്യും. ഈ ഡെപ്റ്റ് എപ്പോഴാണോ കൊടുത്തു തീർക്കാൻ കഴിയാതെ വരുന്നത്, അപ്പോഴാണ് ലയബിലിറ്റി എന്ന് പറയുന്നത് സംഭവം ഉണ്ടാവുക, ബാധ്യത. അപ്പോൾ സാധാരണ ബാധ്യത കണക്കാക്കുക ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദ ബിസിനസ്സിലായിരിക്കും, ബിസിനസ് അവസാനിപ്പിക്കാൻ പോകുമ്പോഴായിരിക്കും ബാധ്യത കണക്കാക്കുക. അപ്പോൾ ഈ 4 ടേമും ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് വരുന്നതാണ്. ഈ പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ് എല്ലാം ഇത് ബാധകമാണ്. ലോസ് ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ ലോസ് വരുമോ എന്നുള്ളൊരവസ്ഥ, അൺസർട്ടൻറ്റി, അത് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഡെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അത് കറക്റ്റായിട്ട് കൊടുത്തു തീർക്കണം. അങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിയാതെ വരുമ്പോൾ ലയബിലിറ്റി എക്സിസ്റ്റ് ചെയ്യും, നിലവിൽ വരും. ആ ലയബിലിറ്റി സോൾ ട്രേഡറെ സംബന്ധിച്ചോളം അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ ക്യാപിറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞു, തുടങ്ങാൻ നേരത്ത് ഏതൊരു ബിസിനസ് തുടങ്ങാൻ നേരവും ആ തുടങ്ങുന്ന ആൾ പണമോ അതുപോലെ വർത്തായിട്ടുള്ള കൈൻസോ എന്തെങ്കിലും സാധനമോ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അറ്റ് ദ ടൈം ഓഫ് ബിഗിനിങ് ഓഫ് ദ ബിസിനസ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന്. അപ്പോൾ എനിത്തിങ് വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബിസിനസ് മാൻ in the business at the time of opening, it is called capital. ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ നേരം അദ്ദേഹത്തിൻ്റെ തുടങ്ങുന്ന ആളിൻ്റെ
വീട്ടിലുള്ള കുറച്ച് ഫർണിച്ചർ കൊണ്ടുവന്നാണ് ബിസിനസ് തുടങ്ങണമെങ്കിൽ ആ ഫർണിച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് ലയബിലിറ്റി ആണ്. അപ്പോൾ എന്ത് തന്നെ കൊണ്ടുവന്നാലും അത് ക്യാഷ് ഉൾപ്പെടെ ക്യാഷും കൊണ്ടുവരുന്ന കൈൻസും അസറ്റാണ്. ഇങ്ങനെ ബാലൻസ് ഷീറ്റ് ടാലിയാവും. ക്യാപിറ്റൽ ഇപ്പുറവും ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ ക്യാഷും ഈ പറഞ്ഞ അസറ്റ്, അങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ടാലിയാവുക. അത് അക്കൗണ്ടിങ് പ്രോസസ്സാണ്. അപ്പോൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോൾ ട്രേഡർ എന്ന് പറഞ്ഞ വൺ മാൻ ബിസിനസ്സാണ്. അദ്ദേഹത്തിൻ്റെ അതിൽ വരുന്ന ലയബിലിറ്റീസ് അൺലിമിറ്റഡ് ആണ്. ഇനി എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഡെറ്റ്സിന്, ഞാൻ നേരത്തെ പറഞ്ഞ കടത്തിന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി എന്താ പറയുക ബാധ്യത ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി വിറ്റു ഈ ബാധ്യത, ബിസിനസ്സിലുണ്ടാകുന്ന ബാധ്യത തീർക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോൾ ട്രേഡർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരാൾ നടത്തിക്കൊണ്ടുവന്ന ബിസിനസ് ചിലപ്പോൾ മക്കൾ നടത്താം, കണ്ടിന്യൂ ചെയ്ത് നടത്താം. പക്ഷേ ഈ പറയുന്ന ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് വേണം നടത്തേണ്ടത്. കടക്കാർക്ക് കൊടുക്കേണ്ട പൈസ എപ്പോഴായാലും കൊടുത്തു തീർത്തേ പറ്റൂ. അത് ബിസിനസ്സിൽ നിന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ വിറ്റ് ഈ കടം തീർക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ അതാണ് ആദ്യത്തെ ഫോം ഓഫ് ബിസിനസ് നമ്മൾ സാർവത്രികമായി കാണുന്ന വൺ മാൻ ബിസിനസ്. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സാണ്. HUF എന്ന് നമ്മൾ പറയും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത. പണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാത്ത ഹിന്ദു ഫാമിലിയിൽ നടന്നു വന്നിരുന്ന ഒരു ബിസിനസ്സാണ്. ആ അൺഡിവൈഡഡ് ഫാമിലി ആയിരുന്ന സന്ദർഭം, അതുകൊണ്ട് അതിപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം കാലഹരണപ്പെട്ട ഓരോരോ നിയമങ്ങളാണ്. അതായത് അവിടെ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിനകത്ത് കർത്ത എന്ന് പറയുന്ന ദ എൽഡർ പേഴ്സൺ ഓഫ് ദി ഫാമിലി, അദ്ദേഹം ആണ് എല്ലാം. അദ്ദേഹം പറയുന്നത് മറ്റുള്ള മെയിൻ മെമ്പേഴ്സിന് മാത്രമാണ് ഈ ബിസിനസ്സിൽ അംഗത്വമുള്ളൂ. ആ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് കോ പേഴ്സണേഴ്സ് എന്നാണ്. അപ്പോൾ കർത്തയുടെ കീഴിൽ കോ പേഴ്സണേഴ്സ്, കർത്ത പറയുന്നത് കോ പേഴ്സണേഴ്സ് കേൾക്കണം. അതനുസരിച്ച് മാത്രമേ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് കാലഹരണപ്പെട്ട നിയമം, ഒരു കോൺട്രാക്റ്റിൻ്റെയും ബേസിലല്ല ബിസിനസ് നടക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ് ഇപ്പോൾ ഉണ്ടോ, സാർവത്രികമാണോ എന്നുള്ള സംശയത്തിലാണ്. അതാണ് രണ്ടാമത്തെ ഫോം ഓഫ് ബിസിനസ്. 3, ഇതിൻ്റെ എന്താ പറയുക, ആ ലിമിറ്റേഷൻസ് എല്ലാം ഉൾക്കൊള്ളുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിയമസാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് പാർട്ണർഷിപ്പ്. കാരണം പാർട്ണർഷിപ്പ് ആരംഭിക്കുന്നത് 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്, രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഇവിടെ ഉണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ HUF എന്ന് പറയുന്ന ബിസിനസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിനകത്ത് ഈ ഒരു കോൺട്രാക്റ്റോ രജിസ്ട്രേഷനോ നിയമസാധ്യതയോ ഒക്കെ കുറവാണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള അവസ്ഥയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്തവർ പറയുന്നത് കേൾക്കാനോ ഒക്കെ കേട്ടാൽ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്ന അവസരത്തിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ്സാണ് നല്ലത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932, പാർട്ണർഷിപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. മലയാളം പറയുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയും ഒരാൾ എല്ലാവർക്കും വേണ്ടിയും ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ലാഭം പങ്കിടാൻ വേണ്ടി ഒരു റിലേഷനിലേർപ്പെട്ടാൽ, ബന്ധത്തിലേർപ്പെട്ടാൽ അതിനെ പാർട്ണർഷിപ്പ് എന്ന് പറയാമെന്നാണ്. അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പ്, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ, അതായത് മിനിമം 2 ആൾക്കാർ വേണം പാർട്ണർഷിപ്പിന് ഫോം ചെയ്യാൻ. അത് മാക്സിമം 20 വരെ ആകാം സാധാരണ ബിസിനസ്സിനും. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 വരെ ആകാവൂ എന്നാണ് നിയമത്തിൽ പറയുന്നത്. +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മാക്സിമം നമ്പർ 2013 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 100 വരെ ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ നേരത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറഞ്ഞ ഫാക്ടേഴ്സ്, അതായത് ക്യാപിറ്റൽ, ലോസ് ഉണ്ടാകാനുള്ള സാധ്യത, മിക്കവാറും ലോസ് അങ്ങനെ പറയാറില്ല, ലാഭം, അതുപോലെ തന്നെ കടം വാങ്ങിയ ലയബിലിറ്റി, ഇതിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ, അതായത് രണ്ടോ അതിലധികമോ ആൾക്കാരാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈ എത്ര പേരാണോ പാർട്ട്നേഴ്സ് അവരാണ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്. ഈ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിനനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നത് വിത്ത് ഓബ്ജക്റ്റ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭമല്ലാത്ത ഒരു ആക്ടിവിറ്റിയും ബിസിനസ് അല്ല. അതുകൊണ്ടാണ് ആദ്യമേ ആ ഡെഫിനിഷനിൽ പറഞ്ഞത് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. കൂടാതെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, സാമ്പത്തിക പ്രക്രിയയാണ്, ഒരാൾ ജീവിക്കാൻ വേണ്ടി ലൈവ്ലിഹുഡിന് വേണ്ടി ചെയ്യുന്ന പ്രക്രിയയാണ്. ഇവിടെയും പാർട്ട്ണർമാരാകുന്നത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ്, അതിൽ കിട്ടുന്ന റിട്ടേൺ പറയുന്ന ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഷെയറിങ് വരും. കാരണം രണ്ടിൽ കൂടുതൽ ആൾക്കാരാണല്ലോ, പ്രോഫിറ്റ് ഷെയർ ചെയ്തേ പറ്റും. ആ പ്രോഫിറ്റ് ഷെയറിങ് ഉള്ളതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതും ഇവരെല്ലാവരും കൂടിയാണ്. എത്ര രൂപയാണോ ക്യാപിറ്റൽ വേണ്ടത് എല്ലാവരും കൂടെ ക്യാപിറ്റൽ കൊണ്ടുവരണം. അതിനനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടും. ഡിവൈഡ് ചെയ്യാം, പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യാം. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണെങ്കിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മതിയായിരിക്കും. ഇവിടെ അത് പോരാ. നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് എപ്പോഴായാലും ബിസിനസ്സുകാരന് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. അതുകൊണ്ടാണ് അത് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാ പാർട്ണർമാർക്കും പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം അക്കൗണ്ടിങ്ങിൽ. അതിൽ അവർക്ക് കൊടുക്കേണ്ട ക്യാപിറ്റൽ കറക്റ്റായിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് ഷെയർ ആ ക്യാപിറ്റലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറ്. അതായത് ആഡ് ചെയ്യണം, ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ലോസ് വന്നാൽ ഡെബിറ്റ് ചെയ്യണം, അതായത് കുറയ്ക്കണം ക്യാപിറ്റൽ അങ്ങോട്ട്. അപ്പം ഇത് ഓരോരുത്തരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ആ എമൗണ്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോം ചെയ്യണം, നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ലയബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാ പാർട്ട്ണർമാരും ശ്രമിക്കണം. ഇവിടെ കളക്റ്റീവായിട്ടും ജോയിൻ്റായിട്ടും കളക്റ്റീവായിട്ടും ലയബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇതിനനുസരിച്ച് ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് പാർട്ട്നേഴ്സിനെ പല പാർട്ട്നേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് പാർട്ട്നേഴ്സ് പലതരത്തിലുള്ള ഡിവിഷൻ വരുന്നത് ഇതിൻ്റെ ബേസിലാണ്. അതായത് ആക്റ്റീവ് പാർട്ണർ ആവാം, സ്ലീപ്പിംഗ് പാർട്ണർ ആവാം, നോമിനൽ പാർട്ണർ ആവാം, പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ആവാം. ഇതിനെല്ലാം ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇത് ഏത് പാർട്ണർ ആയാലും പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനകത്ത് പറയണം. അപ്പോൾ ആ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് പാർട്ണർഷിപ്പ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ. എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. പാർട്ണർഷിപ്പിൽ എഗ്രിമെൻറ്റ് കമ്പൽസറി അല്ല, ഓപ്ഷനിലാണ്. അത് റിട്ടേൺ തന്നെ വേണമെന്നും പറയുന്നില്ല. പക്ഷേ റിട്ടേൺ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാകും. പാർട്ട്നേഴ്സ് തമ്മിലോ പാർട്ട്ണർക്ക് വെളിയിലുള്ള ആളിനെയോ വെളിയിലുള്ള ആളിന് പാർട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന് എതിരെയോ കേസ് കൊടുക്കാനും പറ്റില്ല. അത് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമായി ഈ എഗ്രിമെൻ്റാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് പാർട്ണർമാരുടെ കാറ്റഗറി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും പ്രോഫിറ്റ് ഷെയർ കിട്ടാം. ആളിൻ്റെ പേരുപയോഗിച്ച് ഒരാൾ ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അയാളെ പേര് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അത് ബിസിനസ്സിനെ നല്ലത് ചെയ്യും എന്ന് വിചാരിച്ചാൽ, നല്ലത് കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ട് ആളിൻ്റെ പേര് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് നോമിനൽ പാർട്ണേഴ്സ്. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് ഒരു ആളിൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ആ സ്ഥാപനത്തിലെ പാർട്ണറാണെന്ന് വരുത്തി തീർത്താൽ, ഞാൻ ഒരു പാർട്ണറാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ ഞാൻ പ്രവർത്തിച്ചാൽ ഞാനെന്ന് പറയുന്നത് പാർട്ണർ ബൈ എസ്റ്റോപ്പലാണ്. ബാധ്യത ഉണ്ടാവും, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ ഇല്ലാതിരിക്കാം. പക്ഷേ ബാധ്യത ഈ പറഞ്ഞ പോലെ ലയബിലിറ്റി വന്നു ചേരും. കാരണം മറ്റുള്ളവർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിന് കടം കൊടുക്കുന്നത് ഈ ബേസിലായിരിക്കും, ഇദ്ദേഹം കൂടെ ഉണ്ടല്ലോ എന്നുള്ള ബേസിലായിരിക്കും. അപ്പോൾ അങ്ങനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത തന്നെ സോൾ പ്രൊപ്പറേഷൻ അപേക്ഷിച്ചിട്ട് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവരേണ്ട, റിസ്ക് ഒരാൾ എടുക്കേണ്ട, നടത്തിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും, മിനിമം 2 പേരെങ്കിലും വേണം.
മാക്സിമം. അപ്പോൾ ഈ 2 പേരോ അല്ലെങ്കിൽ മിനിമം മാക്സിമം ഒരു 100 പേരിനകത്തൊക്കെ ആണെങ്കിൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് ഫോം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മൂന്നാമത്തതായിരുന്നു പാർട്ണർഷിപ്പ്. ഇനി നാലാമത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. അവിടെയും നടക്കുന്നത് ബിസിനസ്സാണ്. അപ്പോൾ ഈ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണ മനോഭാവത്തോടു കൂടി ബിസിനസ് ചെയ്യുന്നതാണ് കോഓപ്പറേറ്റീവ് ബിസിനസ്. അവിടെ ഈ സഹകരണ മനോഭാവം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ അടിവരയിട്ടാൽ പ്രോഫിറ്റ് അല്ല ലക്ഷ്യം. ഇതിനകത്ത് മെമ്പർമാരാകുന്നവരുടെ ഉന്നമനം, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുക, മീഡിയേറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലാഭം ഒഴിവാക്കിക്കൊണ്ട് മെമ്പേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ഫോംസ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ 1912 കോഓപ്പറേറ്റീവ് ആക്ട് അനുസരിച്ചാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടാവും. ലയബിലിറ്റി ജനറലി പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ആണ്. കാരണം കുറച്ച് അംഗങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള ഇപ്പോൾ ത്രിവേണി എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സ്റ്റോറാണ്. കോപ്പറേറ്റീവ് സ്റ്റോർ ത്രിവേണി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ചുറ്റിലുള്ള. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിൽ അംഗങ്ങൾക്കും വെളിയിലുള്ളവർക്കും സാധനങ്ങൾ വില കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് മെമ്പേഴ്സ്, കുറച്ച് പേര് ചേർന്നിട്ട് സഹകരണ മനോഭാവത്തോടു കൂടി ഒരു ബിസിനസ് ആരംഭിച്ചാൽ അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്സാണ്. അവസാനം അഞ്ചാമത്തേതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്, കമ്പനി ഫോം ഓഫ് ബിസിനസ്. അപ്പോൾ ഈ നേരത്തെ 1932 പാർട്ണർഷിപ്പ് ആക്ട്, അപ്പോൾ ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് എവിടെ നിന്നാണ് ഏത് സെക്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഡെഫിനിഷൻ എഴുതാൻ. ഇവിടെ കമ്പനി 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഫോം ചെയ്യേണ്ടത്. 1956 അത് അമെൻഡ് ചെയ്തു 2013. അപ്പോൾ നമ്മൾ ബേസായിട്ട് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ 1956 1956 ആണ് കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് പറയുന്ന കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് എ കോമൺ സീൽ ആൻഡ് പെർപ്പച്വൽ സക്സഷൻ എന്നാണ്. ആ പെർപ്പച്വൽ സക്സഷൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ സ്ഥായിയായ നിലനിൽപ്പ്. ഈ പഴയ നമുക്ക് മുന്നോട്ട് പോയ 4 ബിസിനസ്സിലും ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് സാധ്യത കുറവാണെന്ന് പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ആ സോൾ ട്രേഡറുടെ മരണം ആ ബിസിനസ്സിൻ്റെ എൻഡ് ആവാം. കാരണം ഈ പറഞ്ഞ പോലെ മോന് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തുടർന്ന് പോകാൻ സാധ്യതയില്ല. രണ്ടാമത് പറഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഒരിക്കലും ഒട്ടും സാധ്യതയില്ലാത്തതാണ്. കാരണം കർത്ത എന്ന് പറയുന്ന ആളാണ്, ആ ആളിൻ്റെ അഭാവത്തിൽ അതോടെ അത് അവസാനിക്കാൻ സാധ്യതയുണ്ട്. പാർട്ണർഷിപ്പിൽ എഗ്രിമെൻറ്റിൽ പറയുകയാണെങ്കിൽ പാർട്ണർമാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി പാർട്ണർഷിപ്പ് എപ്പോഴാണോ അവസാനിപ്പിക്കാം. അതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. അക്കൗണ്ടിങ്ങിൽ പ്രത്യേകം അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് തന്നെ എടുത്തത്. അപ്പോൾ കമ്പനി ഫോമിൽ അതിന് ഒരു പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, സ്ഥായിയായ നിലനിൽപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, വ്യക്തിയെ പോലെയാണ്, വ്യക്തിയല്ല. അത് നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തതാണ്, ക്രിയേറ്റഡ് ബൈ ലോ. ഒരു കോമൺ സീൽ ഉണ്ടാവും. ആ സീല് കമ്പനിയുടെ സിഗ്നേച്ചറിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സീലുണ്ടെങ്കിൽ നമുക്ക് സിഗ്നേച്ചറിന് തുല്യമാക്കാം. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർ കൊണ്ടുവരുന്ന തുകയാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചോളം ഷെയർ വാങ്ങിക്കുക എന്നാണ്. നമുക്കറിയാം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഇടുന്നതിന് പകരം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർ മേടിച്ചാൽ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും. ഇവിടെ ഈ പ്രോഫിറ്റിൻ്റെ ഷെയർ വിളിക്കുന്ന പേര് കമ്പനിയിൽ മാത്രമാണ്, അത് ഡിവിഡൻഡ് എന്നാണ് പറയുക. കാരണം പ്രത്യേകിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റിടത്തെല്ലാം പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത്, ഇവിടെ ഡിവിഡൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കമ്പനി ഫോം ചെയ്യുന്നത് 2 രീതിയിൽ ഫോം ചെയ്യാം. 2 രീതിയാണ് കമ്പനി ഉള്ളത്. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, രണ്ടാമത്തത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ അവിടെ ആ ലിമിറ്റഡ് എന്നുള്ള വാക്കിൽ നമ്മൾ പറഞ്ഞു വന്ന ലയബിലിറ്റിയുടെ കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരേ ഒരു ഫോം ഓഫ് ബിസിനസ്സാണ്
കമ്പനി ഫോം. അത് പ്രൈവറ്റ് ആയാലും ശരി, പബ്ലിക് ആയാലും ശരി, രണ്ടിൻ്റെയും കൂടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്ന് ചേർക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഡെറ്റിന്, കടത്തിന് ഈ കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വരെ മാത്രമേ ആ ബാധ്യത നിൽക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടൂല. ബാക്കി അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഈസ് നോട്ട് അലൗഡ് ടു ബി ഇൻവോൾവ് ഇൻ ദ ഡെറ്റ് ഓഫ് ദി ഫേം അല്ലെങ്കിൽ ഡെറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒരു വൈൻഡിങ് അപ്പ് സമയത്ത് അപ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ലയബിലിറ്റി വരിക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഷെയർ വിൽക്കാൻ നേരത്ത് ഞാൻ എടുത്തിട്ടുള്ള ഷെയർ ആണല്ലോ ക്യാപിറ്റൽ, അതുവരെ മാത്രമേ എൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലോസിൽ എൻ്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും വിറ്റ് ഞാൻ ആ കടം തീർക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ്. അപ്പോൾ ഈ കമ്പനി 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിൽ പാർട്ണർഷിപ്പിൽ മിനിമം 2 പേര് വേണമെന്ന് പറഞ്ഞ പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണെങ്കിൽ മിനിമം 2 പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം 100 വരെ ആകാം. അത് 2013 അമെൻമെൻ്റ് അനുസരിച്ച്. അപ്പോൾ 100 പേരിനകത്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആ 100 പേരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സന്നദ്ധരാണ്. ലാഭമാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ് പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. ഇനി അങ്ങനെയല്ല, മിനിമം 3 പേരും മാക്സിമം അൺലിമിറ്റഡും ആയിട്ടുള്ള കമ്പനീസാണ് പബ്ലിക് കമ്പനീസ്. അപ്പം അങ്ങനെയാണ് എത്ര വേണോ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയ ഫോം ഓഫ് കമ്പനിയാണ് ഈ പറഞ്ഞ പോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇവിടെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇൻവിറ്റേഷൻ ടു പബ്ലിക് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അതാണ് പ്രോസ്പെക്ടസ്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇറക്കാനായിട്ട്, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക, യോഗ്യതയുള്ള ഒരു ബിസിനസ് ഫോമാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റലിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഷെയർ വഴിയാണ് ക്യാപിറ്റൽ സ്വരൂപിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഞാൻ പ്രോഫിറ്റിൻ്റെ ഡിവിഷനെ വിളിക്കുന്ന പേര് ഡിവിഡൻഡ്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ്ങിന് പ്രാധാന്യമുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയാലും ആൾക്കാരുമായിട്ട് റെസ്പോൺസിബിൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ പൈസ വാങ്ങിച്ചിട്ടാണ് തുടങ്ങുന്നത്, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് വേണം. ഓരോ ഫോമിനും, ഈ 5 ഫോമിനും അക്കൗണ്ടിങ്ങിൻ്റെ രീതി പ്രത്യേകമാണ്. ഇവിടെ എല്ലാം തന്നെ ഫൈനൽ അക്കൗണ്ട് വരെ വന്നാൽ മാത്രമേ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതുപോലെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇതെല്ലാം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഫോം ഓഫ് ബിസിനസ് വേണമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് അതിനനുസരിച്ച് ക്യാപിറ്റലും ഈ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക്കും നോക്കി തുടങ്ങാം എന്ന് വിവരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം അവസാനം വരെ കാണണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം നിങ്ങൾക്ക് ആവശ്യമായ ടിപ്സ് എല്ലാം ഈ ഏതെങ്കിലും വീഡിയോയിൽ ഏതെങ്കിലും ഭാഗത്തായിരിക്കും കാണുക. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പേർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.